പ്രൈസ് ദി ലോർഡ്. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷയിൽ കടന്നു വരാം. ദൈവിക കൃപകൾ ധാരാളമായി നമ്മളിലേക്ക് ഒഴുകപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയത്ത് ഈശോയുടെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച്, കർത്താവെ, അങ്ങയുടെ വലതുകരം നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ ഭവനത്തിലേക്കും ദൈവാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലും സഹായവും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 21 വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. കർത്താവാണിത് അരുളി ചെയ്യുന്നത്. നമ്മൾ ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വചനം പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. നമ്മളിൽ നിന്ന് അകന്നു പോകാൻ പാടില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും. ശരിക്കും ഈ ഭൂമിയിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ നിരന്തരം അരൂപിയിൽ നിറഞ്ഞ ജീവിതങ്ങൾ ആയിരിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായത്തിൽ 4-5 അവൻ അവരോടൊപ്പം ഭക്ഷണത്തിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. അതുകൊണ്ട് ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. ഈശോ പറയുന്നത് യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി. അതൊരു അടയാളം മാത്രമാണ്, ജലം ഒരു അടയാളമാണ്. പക്ഷേ ഇനി ഏറെ താമസിയാതെ അടയാളം അതിൻ്റെ പൂർണ്ണത വരാൻ പോവാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്കുണ്ടാകും. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വന്നിറയും, ആവർത്തിക്കുന്നൊരനുഭവം. അപ്പോഴാണ് നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1-6 മുതൽ 11 വരെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ ഉറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതായത് പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. സുവിശേഷ പ്രഘോഷണത്തിനുള്ള ശക്തി, ഈശോയിൽ നിന്ന് ജീവിക്കുന്നവനാണെന്ന് പ്രഘോഷിക്കാനുള്ള ശക്തി, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി, സഹനത്തിൻ്റെ മുമ്പിൽ തളരാതിരിക്കാനുള്ള ശക്തി. ഒരുപക്ഷേ സുവിശേഷവുമായിട്ട് നീങ്ങുമ്പോൾ അവരെ പിടിച്ച ആളുകൾ സിംഹക്കുഴിയിലിടും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ശക്തി. ഒരുപക്ഷെ കൂടെയുള്ളവർ ഉപേക്ഷിച്ച് പോകുമ്പോഴും ഈശോയ്ക്ക്, സുവിശേഷത്തിന്, ദൈവവചനത്തിന് സാക്ഷ്യം നൽകുവാൻ ധൈര്യം കൊടുക്കുന്നൊരു ശക്തി, അത് പരിശുദ്ധാത്മാവാണ്. തിരുസഭയോട് ചേർന്നിരിക്കാനുള്ള ശക്തി, പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം ദൈവവചനം പ്രഘോഷിക്കാനുള്ള ശക്തി. ഇത് ഒരു നമുക്കറിവിലൂടെയോ ഇത് ധൈര്യമല്ലത്, അതൊരു കൃപയാണത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണത്. 2 തിമോത്തി 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ അവിടെ തിമോത്തിയോസിനോട് പൗലോസ് വചനം കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുമ്പാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെയും അവൻ്റെ ആഗമനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. ഉണ്ടോ? സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രസംഗിക്കാനുള്ള ഒരു ശക്തി, അത് പരിശുദ്ധാത്മാവ് നിറയുന്നതിൻ്റെ ശക്തിയാണ്.
അപ്പോൾ ഈ നാളിൽ ലോകത്തിൽ പാപം പെരുകുന്നു എന്ന് പറയാം. കുടുംബ പ്രശ്നങ്ങൾ വരുന്നു, ചിലത് പൊട്ടി തകർന്നു പോകുന്ന കാണാൻ പറ്റും. ചില ജീവിതങ്ങൾ കുടുംബ പ്രശ്നങ്ങളോട് തരിപ്പണമായി പോകുന്ന ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. കുടുംബ പ്രശ്നങ്ങളോടെ ജീവിതം ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന അപ്പനമ്മമാരുണ്ട്. കാരണം അവർക്ക് ഈ ഒരു ശക്തി കിട്ടുന്നില്ല, പരിശുദ്ധം ഒരു ധൈര്യം കിട്ടുന്നില്ല, സഹിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോവുക, ക്ഷമിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുക, വചനത്തിൽ വിശ്വസിക്കാനുള്ള ശക്തി നഷ്ടപ്പെടുക. ചിലവർ പ്രാർത്ഥിച്ചു മടുത്തച്ചു, ഇതുവരെയായിട്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഒരു ശക്തി കിട്ടുന്നില്ല, ഒരു പവർ കിട്ടുന്നില്ല, അതിനെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടുന്നില്ല. ചില നല്ല തീരുമാനങ്ങളും ജീവിതത്തിൽ വലിയ വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്. പക്ഷേ അത് നേടിയെടുക്കാൻ, ഈശോയുടെ പദ്ധതിക്ക് നീങ്ങാൻ ശക്തി കിട്ടുന്നില്ല. വിശുദ്ധനാകണം, വിശുദ്ധിയാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ളൊരു പവർ, എനർജി, ഒരു പ്രോംപ്റ്റിംഗ് കിട്ടുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും, ശക്തി കിട്ടും. യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ പവർ, എ സൂപ്പർനാച്ചുറൽ പവർ വിച്ച് വിൽ help you to overcome all sufferings, persecutions and torturing. വീണ്ടും വചനം പറയുക, 2 തിമോത്തി 3:12 മുതൽ വചനം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും പീഡിപ്പിക്കപ്പെടും. അതേസമയം ദുഷ്ടരും കപടനാട്യക്കാരും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും അടിക്കടി അധപതിക്കും. അപ്പം ഇവിടെ പിടിച്ചിരിക്കാൻ ശക്തി കിട്ടണം. സഹനവും പീഡനവും ഒക്കെ വരുമ്പോൾ വിശുദ്ധി നിന്ന് മാറിപ്പോകരുത്. എന്തെല്ലാം പ്രലോഭനങ്ങളും ലോകാരൂപികൾ വന്ന് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ മാറിപ്പോകാതിരിക്കണം എങ്കിൽ ഒരു ശക്തി കിട്ടണം. ആ ഒരു ശക്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മ ശക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ അരൂപി നമ്മൾ നിറയുമ്പോഴാണ് നമുക്ക് അഭിഷേകം, അത് കിട്ടുന്നത്. ഈ അരൂപിയുടെ സഹായം ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നതാണ്, പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തിപ്പെടും. ശക്തി, അതായത് ഇതിന് എതിർത്ത് നിൽക്കുവാൻ, ദുഷ്ടാരൂപിക്കെതിരെ പോകാൻ, പാപത്തിനെതിരെ പോകാൻ, സുവിശേഷം അനുസരിച്ച് ജീവിക്കാൻ, ഈശോയെ പോലെ ജീവിക്കാൻ നിനക്ക് ധൈര്യം പോരാ, ശക്തി കിട്ടണം, പവർ കിട്ടണം. ആ പവറാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ അൽഫോൻസാമ സഹിക്കുന്നുണ്ട്, സുവിശേഷത്തിനോട് സഹിക്കുന്നു. കാരണം അവർക്കൊരു ശക്തി കിട്ടി. ഈ ഒരു ശക്തി കിട്ടിയപ്പോൾ അവൾക്കൊരു സഹനം ഒരു ആനന്ദമായിട്ട് മാറി. പരിശുദ്ധാത്മാവ് ശക്തി കിട്ടാതെ സഹനം ഒരു ആനന്ദമാകില്ല. പരിശുദ്ധാത്മാവ് ശക്തി കിട്ടിയില്ലെങ്കിൽ സഹനം ഒരു വേദനയായിട്ടും തീരാ ദുഃഖമായിട്ടും നിരാശയായിട്ടും ഡിപ്രഷനായിട്ടും ആൻസൈറ്റി ആയിട്ട് മാറുകയാണ്, തകർച്ചയായിട്ട് മാറുകയാണ്. അതൊരു അനുഗ്രഹത്തിൻ്റെതായിട്ട് മാറുന്നില്ലത്. 1 കൊരിന്ത്യർ 18 പറയും, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തി അത്ര. അതായത് ഈശോ കുരിശിൽ രക്തം ചിന്തി മരിക്കുന്നത്, പാപപരിഹാര ബലിയർപ്പിക്കുന്ന ആ വലിയ സഹനം ഈശോ എടുക്കുമ്പോൾ അവിടെ ഈശോയിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തി നമുക്ക് കിട്ടുകയാണ്, ഒരു പവറുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നമുക്കറിയാം, ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് യൂദാസ് ഈശോ ഒറ്റിക്കൊടുക്കുമ്പോൾ, സ്നേഹിത, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടിപതറാതെ ഈശോ നിൽക്കുന്നതിൻ്റെ കാരണം അവനിൽ പരിശുദ്ധാത്മ ശക്തിയുണ്ട്. അതിനുശേഷം ഈശോ മുന്നോട്ട് വന്നിട്ട് ശത്രുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ. ഈശോ പറഞ്ഞു, അത് ഞാൻ തന്നെ. ഉടനെ അവർ എല്ലാം താഴെ വീഴുന്ന കാണാൻ പറ്റേ. അവർ കാരണം ഈശോ നേരെ ഞാൻ തന്നെ അയാം. അതാണ് മോശയോട് ദൈവം പറയുന്നുണ്ടല്ലോ, മോശ ദൈവത്തോട് നിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ തന്നെയാകുന്നു, ഞാൻ ആയിരിക്കുന്നവൻ, എല്ലാത്തിനു മുമ്പുള്ളവൻ, ആൽഫ ഒമേഗ, ആദ്യന്തവും, എല്ലാം ഞാൻ തന്നെ. അപ്പോൾ ഇത് അത് തന്നെയാണ് ഈശോ പറയുക, അത് ഞാൻ തന്നെ. അപ്പോൾ ഈശോയിൽ ദൈവാരൂപി നിറയ്ക്കുക, നിറഞ്ഞു നിൽക്കുകയാണ്.
അപ്പം അതുകൊണ്ടാണ് ഈശോ ശത്രുക്കളുടെ അടുത്തേക്ക് ചെല്ലുക, അങ്ങോട്ട് ചെല്ലുക ഈശോ. അപ്പം അതായത് പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ ദുഷ്ടാരൂപിയുടെ നേരെ ചെല്ലാൻ പറ്റുള്ളൂ. ബഹിഷ്കരിക്കും. നമുക്ക് മർക്കോസ് 5:1-15 നമ്മൾ ഗെരസേനയുടെ നാട്ടിൽ ഈശോ ചെന്നിറങ്ങിയപ്പോൾ അവിടെ ചൗക്കലറിയിൽ ഒരു പൈശാചിബാധ ഉണ്ട്. ഈശോ അവരുടെ അടുത്തേക്ക് ചെല്ലും. കാരണം പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതങ്ങ് മാറിപ്പോവുകയാണ്. ഇതൊരു സംഭവമാണ്, ഇതൊരു തോന്നലല്ലത്. ആദ്യം സഭയ്ക്ക് ഇത് കിട്ടിയിരുന്നത്, ചില വിശുദ്ധർക്ക് ഇത് ലഭിച്ചിരുന്നത്, ഈ ശക്തി കിട്ടിയിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ ശക്തി, നിർത്താതെ ദൈവത്തെ സ്തുതിക്കാനുള്ള ശക്തി. അപ്പം ഇതൊരു ശക്തിയാണ് നിൽക്കുന്നത്. അപമാനങ്ങളുടെയും ഭിന്നതകളുടെയും പരിഹാസങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് ഈശോ ദൈവമാണ്, കർത്താവാണെന്നും ജീവിക്കുന്നവനാണെന്നും ഏറ്റുപറയാനുള്ള ശക്തി. ഈ ഒരു ശക്തി നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വരങ്ങളും ദാനങ്ങളും മാത്രമല്ല പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്, അതിലേക്കാളൊക്കെ നമുക്ക് ആവശ്യം ശക്തിയാണ്, പവർ, ധൈര്യം. അതായത് സഹനം വരുമ്പോൾ ശക്തി, വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവിടെ വിശ്വാസം ഏറ്റുപറയാനുള്ള ശക്തി. നമുക്കറിയാം തിരുവചനത്തിൽ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിയുന്ന സംഭവമുണ്ട്. 7:54-60 അവരിത് കേട്ടപ്പോൾ അവൻ്റെ നേരെ കോപാക്രാന്തരെ പല്ലുകടിച്ചു. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതായത് ശരിക്കും അവിടെ അവൻ്റെ നേരെ വരുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് വേട്ടപ്പെട്ടു. പരിശുദ്ധം ഉടനെ അവന് സംഭവിക്കാൻ പോകുന്നു കാണിച്ചു. ഉടനെ അവന് വരാൻ പോകുന്നത് മരണമാണെന്നുള്ള വെളിപ്പെടുത്തൽ. അത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുവശം പുത്രൻ തമ്പനായിരിക്കുന്നു. അവന് പ്രത്യാശ കൊടുത്തു, വിശ്വാസം ഏറ്റുപറയാനുള്ള വിശ്വാസം കൊണ്ട് പ്രത്യാശ കൊടുത്തു, വെളിപാട് കൊടുത്തു, ദർശനം കൊടുത്തു. അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പം അതായത് സഹനത്തിൻ്റെ മുമ്പിൽ പതറാതെ നിൽക്കാനുള്ള ശക്തി. തിരുസഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ്, ഈശോയ്ക്ക് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തെഫാനോസ്. അവനെ അതിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതാണ് വരങ്ങളിൽ പറയാറുണ്ട്, രക്തസാക്ഷിത്വത്തിൻ്റെ വരം. ഈശോയ്ക്ക് വേണ്ടി മരിക്കുന്ന വരം, തിരുസഭയ്ക്ക് വേണ്ടി മരിക്കുന്ന വരം. ചിലരുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിക്കുന്നു, തിരുവചനത്തിന് വേണ്ടി മരിക്കുന്നു. അങ്ങനെ ചെയ്യിപ്പിക്കുന്നൊരു റൂഹ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അരൂപിയാണ് ചെയ്യിക്കുന്നത്. ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത് ഏതരൂപിയാണ് ചിന്തിക്കുക. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നുണ്ട്. 2 തിമോത്തി 1-ാം അധ്യായത്തിൻ്റെ 7-8 വചനമുണ്ട്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുക, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിന് ലജ്ജിക്കരുത്. സാക്ഷ്യം നൽകുന്നത്, ലജ്ജിക്കുന്നത് അഭിഷേകം പോയതുകൊണ്ടാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്തത് അഭിഷേകം ചോർന്നു പോയതുകൊണ്ട്. ഞങ്ങൾ വൈദികര് ബലിയർപ്പണം അതിൽ അനാസ്ഥ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അനോയിൻറ്റിങ്, പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയ സഭയിലൂടെ കിട്ടിയ ശ്രേഷ്ഠമായ അധികാരത്തെ അത് വേണ്ടവണ്ണം അത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഒരാൾക്ക് ഉപസാരിക്കാനായിട്ട് താല്പര്യം കുറയുന്നുണ്ടെങ്കിൽ അഭിഷേകം പോയി പരിശുദ്ധാത്മാവ് കൊണ്ട്. ശരിക്കും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ അനുതാപത്തിലേക്ക് നയിക്കുവന്, പാപബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. അത് വചനമുണ്ടല്ലോ. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 16-5 മുതൽ 11 വരെ, അത് 9 മുതൽ 11 വരെ, അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. പാപബോധം കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഈ നാളുകളിൽ
പലതരത്തിലുള്ള പ്രലോഭനങ്ങളും പൈശാചിക പീഡകളും നമ്മളിലും ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. Pray to the Holy Spirit. Let the Holy Spirit may guide you, help you and control you. പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അരൂപി നിങ്ങൾ നിറഞ്ഞിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ചെയ്യാൻ പോട്ടെ. അതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സുവിശേഷ മേഖലയിൽ, ആത്മീയ മേഖലയിൽ പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ പഠിക്കണം. ഏതരൂപിയാണ് ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുന്നതെന്ന് പഠിക്കുക. ഏതാത്മാവാണ് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുക. പരിശുദ്ധാത്മാവാണ് നിറഞ്ഞതെങ്കിൽ അതേവിടെ നിന്നും നീ പറന്നുയരും. നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അരൂപിയാണ് നയിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. നിങ്ങൾ അച്ഛന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവേ അച്ഛനെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ദാസനെ സഹായിക്കണം, വഴി നടത്തണേ. ആ അരൂപിയാണ് നയിക്കേണ്ടത്, വേറൊന്നുമല്ല. വേറെ ആരുമല്ല നയിക്കേണ്ടത്. നമ്മളെ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ ആളുകളല്ല വേണ്ടത്, അരൂപി പരിശുദ്ധാത്മാവാണ് വേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് നമ്മെ അത്ഭുതകരമായി പരിപാലിക്കും. ചില സമയങ്ങളിലൊക്കെ ഈ അരൂപി നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു നമ്മളറിയുന്നു. ചില സാഹചര്യങ്ങൾ നമുക്കറിയാം ഈ അരൂപി നമ്മൾ എത്രമാത്രം നമ്മളെ കൂടെ നിൽപ്പുണ്ടെന്നറിയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും എനിക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും എല്ലാ ദിവസവും സംസാരിക്കണം പരിശുദ്ധാത്മാവിനോട്. കാരണം അവൻ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവനെ അത്ഭുതകരമായിട്ട് അവനെ കൊട്ടിക്കൊണ്ട് ഇപ്പോഴുണ്ട്. സഭ ജ്ഞാനസ്നാനം ഒന്ന് കൂതാശകൾ കൊടുക്കുമ്പോൾ അവന് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കൊടുത്തുകൊണ്ട് പറയുന്നത് നിത്യജീവൻ്റെ അച്ചാരമായ പരിശുദ്ധാത്മാവ്. അതായത് ഇവരെ ഇനി നിത്യജീവനിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ജ്ഞാനസ്നാനത്തിൽ ഈശോയിൽ വന്ന് നിറയുന്ന, ഈശോയുടെ ജ്ഞാനസ്നാനം വേള ഈശോയിലിരിക്കുന്ന ഒന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. എവിടം വരെ പോയി? ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, ഈശോയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ മതി, 10 മുതൽ വചനങ്ങളെ വായിക്കും. പറയും, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവൻ തന്നെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് തൻ്റെ ആത്മാവിന് പുതുജീവൻ പ്രദാനം ചെയ്യണ്ടോ. ഈശോയെ ഉയർപ്പിച്ച് കൊണ്ടുപോകുന്നിടം വരെയും സ്വർഗത്തിൽ തിരിച്ച് ആ ത്രിത്വം അവിടെ ഒരുമിച്ച് കൂടും, അവിടെ കൂടെയുണ്ടായിരുന്നു. രക്ഷാകര പദ്ധതികൾ മുഴുവൻ പൂർത്തീകരിക്കുന്ന വഴിയിൽ നടന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയിലും പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവ്. അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തതും പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണത്. യൂദാസ് എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നിടത്തും എന്തിനാണ് അപ്പോൾ ദൈവത്തിൻ്റെ വഴികൾ നമുക്കൊരിക്കലും മനസ്സിലാക്കുക സാധ്യമല്ല. അതാണല്ലോ വചനം പറയുന്ന പോലെ കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്, നീതിമാന്മാർ ആ വഴിയിൽ ചരിക്കുന്നു, പാപികൾ ആ വഴിയിൽ കാലിടറി വീഴുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്ന വ്യക്തിയായിട്ട് മാറും. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും വലിയ മാനസാന്തരങ്ങളും വലിയ സൗഖ്യങ്ങളും വലിയ വിടുതലും രക്ഷാകരമായ അനുഭവങ്ങൾ സംഭവിക്കട്ടെ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുമ്പിലേക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും കണ്ണുനീരുകളെയും തകർച്ചകളെയും കാഴ്ചവെക്കുന്ന കർത്താവേ, ആരോരും ഇല്ലാത്ത മക്കളെ പ്രത്യേകം തരുന്ന ഈശോയെ, വേദനയിൽ കഴിയുന്ന ഓരോ മാതാപിതാക്കളെ തരുന്ന ഈശോയെ, പൈശാചിക ബന്ധനത്തിൽ കഴിയുന്ന വ്യക്തികളെയും വീടുകളെയും കുടുംബങ്ങളെയും ഈശോയെ നിന്റെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് നിരാശയിൽ കഴിയുന്ന മക്കളെ തരുന്ന ഈശോയെ, ഈശോയെ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ ഇവയുടെ അടിമത്തത്തിലും ബന്ധനത്തിലും കഴിയുന്ന മക്കളെ ഈശോയെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു തരുന്നു. ഈശോയെ, തകർന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുള്ള കുടുംബങ്ങൾ, വിവാഹമോചനം നടന്നിട്ടുള്ള കുടുംബങ്ങൾ, വിവാഹമോചനത്തിൻ്റെ മക്കൾ നിൽക്കുന്ന കുടുംബങ്ങൾ,
ജീവിത പങ്കാളിയിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങളാൽ തകർന്നിരിക്കുന്ന മക്കളെല്ലാം ഈശോയെ നിനക്ക് തിരുനിശ്ചയം. കണ്ണുനീരൊഴുക്കുന്ന ഓരോ വ്യക്തിയെ ഈശോയെ നിനക്ക് തിരുനിശ്ചയം. എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന അമ്മമാരെ, അപ്പന്മാരെ എല്ലാം ഈശോ നിനക്ക് തിരുനിശ്ചയം. യുവതികളെ, യുവാക്കളെ തിരുനിശ്ചയം. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ തടസ്സപ്പെട്ട് കഴിയുന്ന മക്കളെ മുഴുവൻ സമർപ്പിക്കുന്നു ഈശോയെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കൾ, ഈശോയെ മക്കൾ വേദനിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് തടസ്സപ്പെട്ട് കഴിയുന്ന മക്കളെല്ലാം വികാരത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ കാഴ്ചവെക്കുന്നു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ, വിശ്വാസത്തിൽ കുറവുള്ള മക്കളെ മുഴുവൻ ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഈശോയെ. പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ലാതെ വർഷങ്ങളായിട്ട് കഴിയുന്ന മക്കളെ തിരുനിശ്ചയം. ഈശോയെ സഭാവിരുദ്ധരായ മക്കൾ, ദൈവവചനത്തിനും തിരുസഭയ്ക്കും എതിരെ നീങ്ങുന്ന മക്കൾ ആരെല്ലാം ഈ ഭൂമിയത്തുണ്ടോ, വൈദികര്, സന്യസ്തര്, ദൈവമക്കളെല്ലാം ഈശോയെ നിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്നു, കാഴ്ചവെക്കുന്നു. ഈശോയെ അങ്ങയുടെ കരുണയോട് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ എക്സാംസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ തിരുന്ന് പ്രാർത്ഥിച്ചു. കോവിഡ് രോഗികളെ എല്ലാം ഈശോയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. കോവിഡ് മൂലം തകർന്ന ദേശങ്ങൾ ഭയന്നിരിക്കുന്നവർ സമർപ്പിക്കുന്നു. കോവിഡ് മൂലം പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിൻ്റെ തീരാ ദുഃഖത്തിൽ കഴിയുന്ന മക്കളുടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.